ഞാൻ ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ യൂറോളജി, ആസ്റ്റർ മിംസ്, കണ്ണൂർ. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന 2 യൂറോളജിക്കൽ പ്രശ്നങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പ്രോസ്റ്റേറ്റ് സംബന്ധമായ അസുഖങ്ങളെപ്പറ്റിയും 2, കല്ല് അഥവാ മൂത്രാശയ സംബന്ധമായ സ്റ്റോണുകളെപ്പറ്റിയും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ പ്രത്യേകിച്ചും മധ്യവയസ്കരായ ആണുങ്ങളിൽ ഇന്ന് വളരെ സാധാരണയായി കാണപ്പെടുന്നു. 50 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ഇത്തരം അസുഖങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മധ്യവയസ്കരിലും വാർദ്ധക്യത്തിലും മനുഷ്യരെ ബാധിക്കുകയാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അഥവാ പുരുഷഗ്രന്ഥി ആണുങ്ങളുടെ മൂത്രസഞ്ചിയുടെ അടിഭാഗത്തായി കിടക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥിയുടെ ഉള്ളിൽ കൂടിയാണ് മൂത്രനാളി പുറത്തേക്ക് പോകുന്നത്. അതിനാൽ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന പലതരം അസുഖങ്ങൾ നമ്മുടെ മൂത്രം സംബന്ധമായ വിഷമങ്ങൾക്ക് കാരണമായി തീരാറുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി 50 വയസ്സിനും ശേഷം വളർന്ന് വികസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള വിഷമങ്ങൾ രോഗികൾക്ക് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും മൂത്രം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളാണ് പലപ്പോഴും രോഗികൾ നോട്ട് ചെയ്യുന്നത്. മൂത്രമൊഴിക്കുമ്പോൾ തുടങ്ങാനുള്ള താമസം, മൂത്രമൊഴിക്കുമ്പോൾ മുറിഞ്ഞു പോകുന്നത്, മൂത്രം ഒഴിച്ചാൽ പൂർണ്ണമായി ഒഴിയാത്ത ഒരവസ്ഥയുണ്ടാകുന്നത്, മൂത്രത്തിന് നിയന്ത്രണം ഇല്ലാതിരിക്കുക, അറിയാതെ മൂത്രം പോവുക, മൂത്രത്തിൽ ചോര പോവുക, മൂത്രത്തിന് വേദനയും വിഷമവും ഉണ്ടാവുക, അതേസമയം പനിയുണ്ടാവുക, ഇതൊക്കെ സാധാരണയായി ഉണ്ടാകാവുന്ന പ്രോസ്റ്റേറ്റ് സംബന്ധമായ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും സാധാരണമായി പ്രോസ്റ്റേറ്റിന് വലിപ്പ വ്യത്യാസം ഉണ്ടായി എന്ന് വേണം കരുതാൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, പ്രോസ്റ്റേറ്റിനുണ്ടാകുന്ന വളർച്ച പലപ്പോഴും ഒരേ തരത്തിലുള്ളതാവണമെന്നില്ല. ഏറിയ പങ്കും കുഴപ്പമില്ലാത്ത മാംസത്തിൻ്റെ തടിപ്പാണെങ്കിൽ ചെറിയൊരു ശതമാനം ക്യാൻസർ രോഗം കൊണ്ടും ഇതേ തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനാൽ തന്നെ ഇത്തരം അസുഖം ഉണ്ടാകുമ്പോൾ ഇതേത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണ്, ക്യാൻസറസ് ആണോ നോൺ ക്യാൻസറസ് ആണോ എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. ഇതിനെ തുടർന്ന് ഡോക്ടർ ഈ അസുഖത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുകയും അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചുള്ള ഒരു ചികിത്സ നിങ്ങൾക്ക് നിർദ്ദേശിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, കുഴപ്പമില്ലാത്ത തരത്തിലുള്ള വളർച്ചയാണ് പ്രോസ്റ്റേറ്റിനെങ്കിൽ ആദ്യഘട്ടത്തിൽ പലപ്പോഴും ഫലപ്രദമായ മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലതരം സങ്കീർണതകളിലേക്ക് ഈ അസുഖം കടന്നു കഴിഞ്ഞാൽ എൻഡോസ്കോപ്പിക്കലായിട്ടുള്ള ഓപ്പറേഷനുകളിലേക്ക് ഇതിൻ്റെ ചികിത്സ മാറ്റേണ്ടതായിട്ട് വരും. അതിൽ തന്നെ ആധുനിക രീതിയിലുള്ള എൻഡോസ്കോപ്പി ചികിത്സകൾ ഇന്നിപ്പോൾ ലഭ്യമാണ്. സാധാരണഗതിയിലുള്ള പ്രോസ്റ്റേറ്റ് ഓപ്പറേഷൻ അഥവാ TURP എന്ന ചികിത്സയ്ക്ക് പുറമെ ലേസർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആധുനിക രീതിയിലുള്ള ചികിത്സയും ഇന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇത് ക്യാൻസറാണെന്ന് വരികയാണെങ്കിൽ അത് രോഗനിർണയം നടത്തിയതിന് ശേഷം അതിൻ്റെ സ്റ്റേജ് അനുസരിച്ച് പലതരത്തിലുള്ള ചികിത്സകൾ, പ്രധാനമായും ഓപ്പറേഷനോ, അത് ഏർലി സ്റ്റേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹോർമോണൽ ചികിത്സയോ, അതായത് അത് ലേറ്റ് സ്റ്റേജ് ആണെങ്കിൽ ചെയ്യാറുണ്ട്. പലപ്പോഴും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത ഏർലി സ്റ്റേജിൽ കണ്ടെത്തിയാൽ പൂർണ്ണമായി ഭേദമാക്കാവുന്ന ചികിത്സ ഇന്ന് ലഭ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ രോഗനിർണയം അത്യാവശ്യമായിട്ട് വരികയാണ്. അതുപോലെ തന്നെ മനുഷ്യരാശിയെ പണ്ടുകാലം മുതൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു യൂറോളജിക്കൽ പ്രശ്നമാണ് കല്ലുകൾ അഥവാ മൂത്രാശയ സംബന്ധമായ സ്റ്റോണുകൾ എന്ന അസുഖം. കല്ലുകളുടെ വലിപ്പവും അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അനുസരിച്ച് അവയുടെ പ്രശ്നങ്ങളും വ്യത്യസ്തമാണ്. ചികിത്സയും അതനുസരിച്ച് വ്യത്യസ്തമാവാറുണ്ട്. ഉദാഹരണത്തിന്, മൂത്രസഞ്ചിയിലുള്ള കല്ലുകൾ പലപ്പോഴും മറ്റ് അസുഖങ്ങളെ കൂടി ഒന്നിച്ചുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഉദാഹരണത്തിന്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പത്തിന് അനുബന്ധമായി മൂത്രസഞ്ചിയിൽ കല്ലുകൾ വരാറുണ്ട്. അങ്ങനെ വരുന്ന പക്ഷം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ചികിത്സ കൂടി ഇതിൻ്റെ ഒന്നിച്ച് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചെയ്യേണ്ടി വരാറുണ്ട്. നേരെ മറിച്ച് കിഡ്നിയിലുള്ള കല്ലുകൾക്ക് പലപ്പോഴും താക്കോൽ ദ്വാര ശസ്ത്രക്രിയയോ പുറമേ വെച്ച്
ഷോക്ക് വേവുകൾ കൊടുത്തുകൊണ്ടുള്ള ESWL എന്ന ചികിത്സാ രീതിയോ അല്ലെങ്കിൽ ആധുനികമായ രീതിയിൽ യൂറിറ്ററോസ്കോപ്പി എന്ന ചികിത്സാ വഴി, ഫ്ലെക്സിബിൾ യൂറിറ്റോസ്കോപ്പി വഴി, ലേസർ എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോണുകളെ പൊടിക്കുന്നതോ ആയ ചികിത്സകൾ ലഭ്യമാണ്. കിഡ്നിയിൽ നിന്നുള്ള ട്യൂബായ യൂറിറ്ററിൽ കല്ല് വരുമ്പോഴാണ് ഏറ്റവും കഠിനമായ വേദന നമ്മൾ അനുഭവിച്ച് കാണാറുള്ളത്. പക്ഷേ പലപ്പോഴും യൂറിറ്ററിലുള്ള ട്യൂബിലുള്ള കല്ലുകൾ ഉടനെ തന്നെ ചികിത്സ ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്തവയാണ്. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തോടുകൂടി ഒരു നിശ്ചിത സമയം അതിനുള്ള മരുന്നുകൾ കഴിച്ച് അവ സ്വന്തമായി പോകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് എന്നർത്ഥം. എന്നുവച്ച് ഒരു കണക്കില്ലാത്ത രീതിയിൽ കല്ല് പോകാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നതും മൗഢ്യമായിരിക്കും. കിഡ്നിയുടെ പെർമനൻ്റായ ഡാമേജിന് ഇങ്ങനെയുള്ള വെയിറ്റിംഗ് ഇടയാക്കാറുണ്ട്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എൻഡോസ്കോപ്പി ചെയ്ത് ഈ കല്ലുകൾ പൂർണ്ണമായി റിമൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായ നടപടി. ഇന്ന് ഞാൻ ഈ 2 പ്രധാനപ്പെട്ട അസുഖങ്ങളെപ്പറ്റിയാണ് നിങ്ങളോട് ഇന്ന് സംസാരിച്ചത്. ഈ വിഷയങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമായി വരികയോ ചെയ്താൽ വീഡിയോവിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സുകളിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി തരാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. താങ്ക് യു.